കൊല്ലത്ത് വയോധികയെ ബലാത്സംഗം ചെയ്ത യുവാവ് പിടിയിലായിട്ടുണ്ട്. 65-കാരിക്ക് നേരെയാണ് അതിക്രമം നടത്തിയത്. ഈ അതിക്രമം നടത്തിയത് കുന്നത്തൂർ സ്വദേശിയായ അനൂജാണ്. അനൂജിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകും വഴി വയോധികയെ വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, അമ്മയാകാനുള്ള പ്രായമുണ്ട്, ലഹരിക്കടിമയായിരുന്നോ? ലഹരിക്കടിമയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. അമ്മയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയോടാണ് ഇത്രയും കൊടും ക്രൂരത ചെയ്തത്. ഇന്ന് ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നു 65-കാരിയായിട്ടുള്ള ഈ സ്ത്രീ. അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വിജനമായ പ്രദേശമാണ്, അവിടെ ഒരു കുറ്റിക്കാടുണ്ട്. അവിടെ നിൽക്കുകയായിരുന്നു. 24-കാരനാണ്, നമുക്ക് ആദ്യം ലഭിച്ച വരെ 27 വയസ്സുകാരനാണ്. 24-കാരനായിട്ടുള്ള പ്രതി. ഇയാൾ ലഹരിക്കടിമയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാൾ ആ സ്ത്രീയെ കീഴ്പ്പെടുത്തി വലിച്ചിഴച്ച് കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി നിഷ്ഠൂരമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ഈ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഉണ്ടായ സംഭവം ആരോടെങ്കിലും പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തും എന്നുള്ള ഭീഷണി ഉണ്ടായി. പിന്നീട് ഈ സ്ത്രീയെ നാട്ടുകാർ കണ്ടെത്തി, നാട്ടുകാർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പ്രതി അതിനുശേഷം രക്ഷപ്പെട്ടു. സംഭവം ഉടൻ തന്നെ പോലീസിൽ അറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തകച്ചിന്റെയും അതുപോലെ തന്നെ കണ്ണന്നൂർ CIയുടെയും നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശം ആകെ വളഞ്ഞു. നാട്ടുകാരുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. നാട്ടുകാർ വളരെ പോസിറ്റീവായി തന്നെ ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായി നിന്നും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് പ്രതിയെ വൈകിട്ടോടുകൂടി പിടികൂടിയത്. അതിനുശേഷം പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ച് ഈ 65-കാരിക്ക് മുന്നിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ശരി, കണ്ണനിലേക്ക് ഒന്ന് മടങ്ങി വരാം. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടെന്ന് അതൊന്ന് കേട്ടതിനു ശേഷം കണ്ണനിലേക്ക് വരാം. അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കായിരുന്നു സ്ത്രീയെ ഇങ്ങനെ ആക്രമിച്ചത്. 65 വയസ്സുണ്ട് ആ സ്ത്രീ. അപ്പൊ അവര് വന്നതിന് ശേഷം ഇവന് ലഹരി എന്തോ ഉപയോഗിച്ചിട്ടുണ്ട്. 24 വയസ്സാണ്. അനൂജ് എന്നാണ് പേര്. നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ മാഡത്തിന്റെ നമ്മുടെ ACP അദ്ദേഹത്തിന്റെ എല്ലാവരുടെ ഒരു ഡയറക്ഷനിലോടുകൂടി ഒരു ടീമായിട്ട് പോലീസ് പോയി ആണ് അറസ്റ്റ് ചെയ്തത്. പബ്ലിക് എല്ലാവരും നല്ല, ജനങ്ങളെല്ലാം നല്ല പോലീസിനോടൊപ്പം സഹകരിക്കുകയും എല്ലാവരും ഒത്തൊരുമിച്ചുള്ളൊരു അന്വേഷണത്തിലാണ് പ്രതിയെ നമുക്ക് കണ്ടുപിടിക്കാനും അറസ്റ്റ് ചെയ്യാനും പറ്റിയത്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, പ്രതി പിടിയിലായിട്ടുണ്ട്. നമുക്കറിയേണ്ടത് ഈ അമ്മയുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ളതാണ്. അമ്മ ഇപ്പോൾ എവിടെയാണ് ചികിത്സയിൽ? അമ്മ കൊല്ലത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പക്ഷേ മനസ്സിനേറ്റ ആഘാതം വളരെ വലുതാണ്. കാര്യം ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നു. ആ സമയത്താണ് ഇത്തരം കണ്ണിൽ ചോരയില്ലാത്ത ഒരു വ്യക്തി, 24-കാരനായിട്ടുള്ള വ്യക്തി ആ അമ്മയോട് നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി ചെയ്തത്. ഒരിക്കലും ആ വഴിയിൽ കൂടി പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല. പലതവണ റോഡിൽ കൂടി ആ വഴിയിൽ കൂടി പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ല. ഇയാളെ ഈ നാട്ടുകാർക്കറിയില്ല. ഈ അമ്മ ഒരു തവണ പോലും കണ്ടിട്ടില്ല. ഇയാൾ ഈ പ്രദേശത്തുകാരനല്ല. ഇയാൾ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണോ ഇവിടെ എത്തിയതെന്നുള്ളൊരു സംശയമുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. യാതൊരു പരിചയവുമില്ലാത്ത ഒരു സ്ത്രീയോടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഇയാൾക്കെതിരെ ചുമത്താവുന്ന പരമാവധി വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കണ്ണനല്ലൂർ CIക്ക് നൽകിയിട്ടുള്ളത്. കണ്ണനല്ലൂർ CIയുടെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതും. ഈ അമ്മയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്ന് രാവിലെയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. രാവിലെ ഒരു 10-11 കൂടിയാണ് സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് വിവരം നാട്ടുകാർ പറഞ്ഞ് പോലീസ് അറിയുകയും പോലീസ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും ചെയ്ത് ഇന്ന് ഈ പോലീസിന്റെയും നാട്ടുകാരുടെയും സംയുക്തമായ ഒരു തെരച്ചിൽ പ്രതിയെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി അയാൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. കുന്നത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. കുന്നത്തൂർ എന്ന് പറയുമ്പോൾ ഈ ഇവിടെ ഏതാണ്ട് ഒരു 10-30 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് എത്തിയ ഒരു പ്രതിയാണ് യാതൊരു തരത്തിലുള്ള ഒരു മുൻപരിചയവുമില്ലാത്ത ഒരാളോട് ഇത്തരത്തിലുള്ള അതിക്രമം കാട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റേതെങ്കിലും കുട്ടികളോ മറ്റോ ആണ് ഇതുവഴി ആ സമയത്ത് പോയിരുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ലഹരിക്കടിമകളായിട്ടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ പരമാവധി പോലീസിനെ വിവരം അറിയിക്കാനുള്ള നിർദ്ദേശമൊക്കെ തന്നെ പോലീസ് നൽകിയിട്ടുണ്ട്.